ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാവ്യ പതാകയും ജയ് ശ്രീറാമും ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് മുസ്ലിം പള്ളിയും പൊളിച്ചെടുക്കാം എന്നൊരു ബോധം ഇന്ത്യയിലെ സംഘപരിവാര വങ്ക പൊങ്കവന്മാർക്കിടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചടുക്കിയ ആവേശം ഉൾക്കൊണ്ട് ഇന്ത്യയിലെ ഏത് മുസ്ലിം പള്ളിയുടെയും അടിത്തറ മാന്തി അവിടെയെല്ലാം അമ്പലമുണ്ടോ എന്ന് പരിശോധിക്കാം എന്നൊരു ചിന്താബോധം ഇവരെ ഭരിക്കുന്നുണ്ട്. അതിലൂടെ ഇന്ത്യ ഒരു കലാപരാജ്യമായി ലോകത്ത് മുദ്ര കുത്തപ്പെടുകയാണെന്ന് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ലോകം മുഴുവൻ ചന്ദ്രമണ്ഡലത്തെക്കുറിച്ചും ചൊവ്വയെക്കുറിച്ചും മനുഷ്യായുസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, രോഗങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്ര കൗതുകത്തോടെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സംഘപരിവാരങ്ങൾ പശുവിനെക്കുറിച്ചും ചാണകത്തെക്കുറിച്ചും പശുത്തൊഴുത്തിനെക്കുറിച്ചും നഗ്ന സന്യാസിമാരെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. ഇത് ഇന്ത്യയുടെ വളർച്ച കീഴ്പോട്ടാണ് എന്നുള്ളതിനെ വ്യക്തമാക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തിരിച്ചറിവില്ലാത്തിടത്തോളം കാലം ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ പരിഹസിക്കപ്പെടുകയാണ് എന്ന് സഞ്ചാരികളോട് ചോദിച്ചാൽ മനസ്സിലാകാൻ കഴിയും. അത് നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതാണ്. നമ്മളോർക്കും നമ്മൾ ഈ നാട്ടിൽ കിടന്നിങ്ങനെ തലകുത്തി മറിയുന്നതുകൊണ്ട് ഇതൊന്നും ആരും അറിയുന്നില്ലെന്നുള്ള ധാരണയാണ്. സത്യത്തിൽ ലോകത്ത് മുഴുവൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യ മതം മാത്രം പുഴുങ്ങി തിന്നുന്ന കുറേ പുരാതന മനുഷ്യരുടെ രാജ്യമാണ് എന്ന് ലോകം നമ്മെ പരിഹസിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനിതിപ്പോൾ പറഞ്ഞത് വാരാണസിയിലെ ഉദയപ്രതാപ് കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരു മസ്ജിദുണ്ട്. ഈ മസ്ജിദ് പുറത്തേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കണം, പുതിയ തലമുറ വരെ ഈ ഒരു വർഗീയ വിഷത്തിന് അടിമകളാവുകയാണ്. ഇവരൊക്കെ നാളെ ആരായി തീരുമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. മസ്ജിദിൽ നമസ്കാരം നടക്കുമ്പോൾ അവിടെ ചെന്ന് ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് നമസ്കാരത്തെ ഹനുമാനീകരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അതെ, അവർ നമസ്കാരത്തെ ഹനുമാനീകരിക്കാനുള്ള ശ്രമമാണ്. കാരണം നമസ്കാരത്തിൽ ഈ ഹനുമാൻ ചാലിസ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ പോയി ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ ആ ഒരു രാസപ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇന്നിപ്പോൾ ഈ ജയ് ശ്രീറാം എന്ന വിളി മനുഷ്യനെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സൂത്രമന്ത്രമാക്കി മാറ്റുമ്പോൾ അതിനെ ഒരുപക്ഷെ ശ്രീരാമൻ തന്നെ ഭയപ്പെടുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതിലൂടെ ചീത്തയാകുന്നത്. അതിന്നൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അതിൽ ഭക്തിയില്ല, വിശ്വാസമില്ല. അവരതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് കുതന്ത്രത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ഒരു സൂത്രമന്ത്രമാണ് എന്നാണ് ഓരോ ഹിന്ദു ഭക്തരും വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യത്തെ ഏതെങ്കിലും അക്രമം ചെയ്യുന്നിടത്ത് ജയ് ശ്രീറാം എന്നൊരു വിളി ഈ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതാണ്. എന്നാൽ അവർ അതിനെ നിശബ്ദതയോടെ ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ വളരെയധികം ദേഷ്യമുണ്ടാകാം, പക്ഷെ അവരത് പ്രകടിപ്പിക്കുന്നില്ല. അതുപോരാ, ഇത് കുറച്ചാളുകൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമല്ല. അതൊരു വിശുദ്ധ മനുഷ്യൻ്റെ നാമമാണ്. അതിനെ എടുത്ത് ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് ഹിന്ദുമതത്തെ മൊത്തമായി തന്നെ അവഹേളിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിലും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ വിഷയമുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്ത് സമരം ചെയ്യുമ്പോൾ അവർ വിദ്യാർത്ഥി കോടതി എന്ന് പേരിട്ടുകൊണ്ട് ഒരു സമാന്തര കോടതി സൃഷ്ടിച്ചുകൊണ്ട് ഈ പള്ളിയുടെ കമ്മിറ്റിക്ക് ഈ പള്ളിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് ആവശ്യം? പിന്നെ എന്തിനാണ് ഈ കോടതി? ഈ ജഡ്ജിമാർക്കും ശമ്പളം കൊടുത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ സർക്കാർ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അവരോരോ കോടതി ഇങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. പക്ഷെ അതിനെയൊന്നും ഈ ഭരണകൂടങ്ങൾ, ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യയുടെ ഈ ഭരണ സംവിധാനത്തെ മൊത്തമായി തന്നെ തകർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ പ്രക്ഷോഭം ഉണ്ടാകാൻ കാരണം ഈ കോളേജിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് വഖഫ് ബോർഡ് ഒരു നോട്ടീസ് അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കൊരു തരം ഭയമാണ്. അവർക്ക് അവരെ പഠിച്ചാൽ പോരാ,
അതിൻ്റെ ആധാരത്തെക്കുറിച്ച് അവർക്ക് അന്വേഷിക്കണം. അവർ കോളേജ് നിർത്താനൊന്നുമല്ല അവർ ആവശ്യപ്പെടുന്നത്. ആ ഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ കോളേജാണ് എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ കുട്ടികൾക്കത് പോരാ. അവർ പഠിക്കുന്നതിന് പകരം സമരം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ അവരുടെ ഭാവി അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോളേജ് 10 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ നഷ്ടം ഈ കുട്ടികൾക്ക് തന്നെയാണ്. അതവർ തിരിച്ചറിയുന്നില്ല. ഇല്ലെങ്കിൽ നാളെ തെരുവിലിറങ്ങി ഇവർക്ക് നാളെ ഇങ്ങനെ ഈ പശുവിൻ്റെ പുറകെ ഈ സമരം ചെയ്ത് നടക്കാം എന്നല്ലേ ഉണ്ടാവുന്നുള്ളൂ. ഈ ഭൂമി ഒരിക്കലും അവർക്ക് കിട്ടില്ല. വഖഫ് ബോർഡിൻ്റേതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഭൂമി ആർക്കും കിട്ടില്ല എന്നുള്ളതാണ് രസം. ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ വഖഫ് ഭൂമികളുടെയും അവകാശം കണ്ടവരെല്ലാം ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. അത് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. അത് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം. എല്ലാ വഖഫ് ഭൂമിയും മറ്റുള്ളവരുടേതാ. മുസ്ലിങ്ങൾക്കൊന്നും അവകാശമില്ല. മുസ്ലിങ്ങളെ കണ്ടെന്ന് വന്ന ആൾക്കാർ എന്ന് ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ മതം മാറ്റം നടത്തി ഉണ്ടായവർ തന്നെയാണ്. ഇവിടുത്തെ മുസ്ലിം മാത്രമല്ല ക്രിസ്ത്യനും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടായതാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവർ ഇന്ത്യക്കാരല്ലേ, അല്ലാതെ ഇവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാരെങ്കിലും ആണോ? ഒന്നും അല്ലല്ലോ. അതിൽ വിചിത്രമായ മറ്റൊരു സംഭവം ഇന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ MP-മാരും കൂടി സഭാ മേധാവികളെല്ലാം വിളിച്ചിട്ട് നിങ്ങൾ ഈ വഖഫ് ഭൂമികളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു ഉപദേശം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, സഭാ മേധാവികൾക്ക്. കാരണം അതിലെ അപകടം അവർ തിരിച്ചറിയുന്നുണ്ട്. ഇതിങ്ങനെ ഇവർ പറയാൻ കാരണം ഒരുപക്ഷെ അവർക്ക് പാർലമെൻറ്റിൽ അവരുടെ ഹിന്ദു സുഹൃത്തുക്കളായ MP-മാരുടെ വാക്കുകളിൽ നിന്ന് വീണ് കിട്ടിയതാവാം. ഈ ഇന്ന് വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഈ ഭൂമികൾക്കെല്ലാം ആധാരമുള്ളതാണ്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഈ ഹിന്ദു നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാര നേതൃത്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലും വലുത് ക്രിസ്ത്യാനികൾക്ക് വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നാണ് ഈ MP-മാർ സഭാ മേധാവികളെ ഉപദേശിച്ചത്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യയിലുള്ള വഖഫ് ഭൂമികൾക്ക് മുഴുവൻ ആധാരമുണ്ട്. എന്നാൽ നിങ്ങൾ പറ, ഇന്ത്യയിലെ സഭാ നേതൃത്വം കയ്യിൽ വെച്ചിരിക്കുന്ന എത്ര ശതമാനം ഭൂമികൾക്ക് ആധാരമുണ്ട്? എത്ര ചർച്ചുകൾക്ക് ആധാരമുണ്ട്? അത് നിങ്ങൾ തുറന്നു കാണിക്കൂ. എന്നിട്ട് വേണ്ടേ ഈ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ നിങ്ങൾ എതിർ നിലപാട് സ്വീകരിക്കാൻ. അത് നാളെ നിങ്ങൾക്ക് മേൽ തിരിഞ്ഞു വരും. വഖഫ് ഭൂമികളുടെ ആധാരം തീർച്ചയായും ഉണ്ടാവും. കാരണം അത് ഓരോരുത്തരും ഈ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഭൂമിയാണ്. അതായത് അവരുടെ മറ്റു പല പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, കൊടുക്കുന്ന ഭൂമിയാണ്. അത് ആധാരമുള്ളതാണ്. എന്നാൽ നിങ്ങൾ സഭാ നേതൃത്വത്തിൽ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ഭൂമികളുടെ ആധാരം എവിടെയാണുള്ളത്? അത് വ്യാജന ഉണ്ടാക്കണം. ഭൂരിപക്ഷവും സർക്കാർ ഭൂമികൾ തന്നെയാണ്. അത് ഈ നേതൃത്വം തിരിച്ചറിയേണ്ടതല്ലേ? അതവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ? ഈ MP-മാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ സഭാ നേതൃത്വത്തിൽ നിന്നും ഒരു മലക്കം മറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒന്നുകിൽ അവർ മൗനം പാലിക്കുകയോ ഈ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്തുകൊണ്ട് ഇതിന് അനുഭവം പ്രകടിപ്പിക്കും. അതുതന്നെയാവും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇനി പെട്ടെന്ന് ഈ വഖഫ് ഭൂമികളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പരിഹസിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു രീതിയിലായിരിക്കും അതിനെ സമീപിക്കുക. അതിലെ ന്യായങ്ങൾ പറയാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് അടുത്ത ദിവസം കാണാൻ കഴിയും, 100% ഉറപ്പാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് ഇടത് വലത് കക്ഷികളെ പിണക്കിയിട്ടുണ്ടവർ, നന്നായി തന്നെ പിണക്കിയിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പിന്നിൽ അവർ അണിനിരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഇടത് വലത് കക്ഷികൾക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ടൊക്കെ ചില ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ ജോസ് കെ മാണിയും സംഘവുമാണ്. അവരിപ്പോൾ ഏതാണ്ട് വലിയൊരു കുടുക്കിൽ ചാടിയിട്ടിരിക്കുകയാണ്. കോൺഗ്രസിനോട് പിണങ്ങിയിട്ട് അവർ നേരെ പോയത് ഇടതുപക്ഷത്തേക്കാണ്. അതോടുകൂടി ഇന്ന് കേരള കോൺഗ്രസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് കേരള കോൺഗ്രസ്സുകാർക്കും അറിയാമല്ലോ. നിങ്ങൾ കേരള കോൺഗ്രസ്സുകായിട്ട് രഹസ്യമായിട്ട് ചർച്ച ചെയ്ത് നോക്ക്. അവർക്കറിയാം ഒരു വലിയൊരു അബദ്ധമാണ് അവർ കാണിച്ചത്. ഒറ്റ വാശിക്ക് എടുത്ത് ചാടി തിരിച്ച് കയറാൻ മേല. ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ പട്ടിയുടെ വിലയല്ലേ ഉള്ളത്, കോൺഗ്രസ്സുകാരായിട്ട് ചവിട്ടി തൂക്കല്ലേ.
അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ടും മേല. LDF ഇന്ന് ചാടാനും മേല, കോൺഗ്രസ് കയറാനും മേല. പിന്നെ BJPയിലോട്ട് പോകാമെന്ന് വെച്ചാലോ, എന്നാൽ അവിടെ പോയി ഇച്ചിരി കാറ്റ് കൊള്ളാം. അതിന് BJP ഇപ്പോഴും വേരിൽ തന്നെ നിൽക്കുക. അതിന് മരമായി ഇലയായി ഏത് കാലത്തൊരു തണൽ കിട്ടാനാ, അവിടുന്ന് ഏത് കാറ്റ് കിട്ടാനാ, അത് കേരള കോൺഗ്രസ് നന്നായിട്ടറിയാം. ഇനി ചെയ്യാൻ ഏക മാർഗം എന്താ വെച്ചാൽ ഇവർ നേരെ കേരളത്തിലെ മുഴുവൻ കേരള കോൺഗ്രസ്സുകാർ കൂടി വടക്കേ ഇന്ത്യക്ക് പോവുക, വടക്കേ ഇന്ത്യയിലേക്ക് താമസം മാറുക, എന്നിട്ട് അവിടെ പോയിട്ട് BJPയിലെ സഖ്യകക്ഷിയായിട്ട് കൂടുക. അങ്ങനെ ഭരണം ഉണ്ടാക്കാനേ കഴിയുള്ളൂ. അല്ലാതെ കേരളത്തിൽ നിന്ന് പച്ച പിടിക്കുമെന്ന് വിശ്വസിക്കണ്ട. കാരണം അത് ഈ ബുദ്ധിശൂന്യതയാണ്, പാർട്ടികളുടെ എടുത്തുചാട്ടവും ബുദ്ധിശൂന്യതയാണിത്, നേതൃത്വങ്ങളുടെ തകരാറാണ്. മാണി സാർ വളരെ ബുദ്ധിമാനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വളരെ വിദഗ്ധമായി വളരെ സൗമ്യമായ രീതിയിൽ അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയും കോൺഗ്രസിൽ തന്നെ അദ്ദേഹം തുടരുകയും ചെയ്തു. പക്ഷേ ജോസ് കെ മാണി അങ്ങനെയല്ല കേട്ടോ. നമുക്കറിയാമല്ലോ, ജോസ് കെ മാണി വന്നതിന് ശേഷം ഒരുപാട് പേര് പിണങ്ങിപ്പോയി. കേരള കോൺഗ്രസ് പല രീതിയിൽ 4ആയി, പിന്നെയും 8ആയി, 10ആയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരൊന്ന് പച്ച പിടിച്ച് പറഞ്ഞ വലിയ പാടാണ്. നല്ലൊരു നിലയിൽ നിന്നിരുന്നാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ലീഗ് നിൽക്കുന്നത് പോലെ തന്നെ ലീഗ് ബുദ്ധിമാന്മാർ ആ കാര്യത്തിൽ. ലീഗുകാരെന്ന് പറഞ്ഞാൽ അവർ കോൺഗ്രസ് വിട്ടുപോകുന്ന പരിപാടിയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും കാര്യം വഴക്കും ബഹളമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും ഒത്തൊരുമിച്ച് അങ്ങ് പോവും. അതായിരുന്നു ഈ ജോസ് കെ മാണി ചെയ്യേണ്ടത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരല്പം ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസുമായിട്ട് ഒത്തുപോകാൻ കഴിയും. അത് തിരിച്ചറിയണ്ടേ, അതിവർ ചെയ്തില്ല. എന്തായാലും കേരള കോൺഗ്രസിന് ഭാവി ഉണ്ടാകും എന്ന് നമുക്കും ആശ്വസിക്കാം. അത് ക്രിസ്ത്യൻ സഭയ്ക്കും മെച്ചമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.